കാന്തിക വലയത്തിൻ്റെ പ്രത്യേകത കാരണം ഭൂമിയുടെ അച്ചുതണ്ട് എന്ന് പറയുന്ന ആ സാങ്കല്പിക സംഭവം തിരിഞ്ഞിരിക്കുകയാണ്. 23 നിന്ന് 37 മാറിയെന്ന് പറയുമ്പോൾ ഭൂമിയിൽ ചൂട് കൂടിയെന്ന അർത്ഥം, ചൂട് കൂടി. അപ്പോൾ ഇനി നിലച്ചറിയാ സമയത്ത് വെള്ളം ആവിയായി മേലോട്ട് പോവുകയും പൊത്തോന്ന് പറഞ്ഞ് മഴയായി നമ്മുടെ തലയിൽ വന്ന് വീഴുകയും ചെയ്യും, പ്രളയം ഉണ്ടാകുകയും ചെയ്യും. ഓൾറെഡി നമ്മൾ 2 പ്രളയം കഴിഞ്ഞതിനുള്ളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം. അപ്പോഴങ്ങനെ വരുമ്പോൾ ദുരന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോ സംഭവങ്ങളും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു ക്യാപ്റ്റൻ വർഗീസ് മാത്യുവിനെ കണ്ടു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്, അത് സബ്ജക്റ്റ് അത് നേവിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ്, കപ്പലിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ നേവിയുടെ ഒരു ഓഫീസറാണ്, ഉയർന്ന ഓഫീസറാണ്. അപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുത്തിട്ടുണ്ട്, അമ്മ എടുത്തിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രായമായ അമ്മ എടുത്തിട്ടുണ്ട്, അപ്പനെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഉടമ്പടി ഫാമിലിയാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം എന്നെ കാണാമെന്ന് പറഞ്ഞു, ഞാനൊരു പുതിയ പ്രോജക്റ്റിലേക്ക് പോവുകയാണ്, ഒരു PhD പ്രോജക്റ്റിലേക്ക് പോവുകയാണ്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആണ് എൻ്റെ സബ്ജക്റ്റ് എന്ന് പറയും. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാവസ്ഥ വ്യതിയാനവും ദേശീയ സുരക്ഷയുമാണ് എൻ്റെ സബ്ജക്റ്റ് എന്ന്. അപ്പം നേവിക്കാരുടെ സബ്ജക്റ്റ് എപ്പോഴും ദേശീയ സുരക്ഷയാണ്. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചേ, ഇതെങ്ങനെയാണ് ഈ കാലാവസ്ഥ വ്യതിയാനവും ദേശീയ സുരക്ഷയുമായിട്ട് ബന്ധപ്പെടുത്തണമെന്ന് ചോദിച്ചത്. അപ്പോൾ പുള്ളിക്കാരൻ പറയണം, ഇപ്പോൾ കാലാവസ്ഥ വ്യതിയാനം എന്ന് പറയുമ്പോൾ ചൈനയുടെ കപ്പൽ പണ്ട് നമ്മുടെ ഇന്ത്യൻ സമുദ്രത്തിൽ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചൈനയുടെ കപ്പൽ ഇപ്പോൾ കാനഡയിൽ നിന്ന് എടുക്കുന്ന ചരക്കുകൾ റഷ്യയുടെ വടക്ക് വശത്ത് കൂടി, അവിടെ മഞ്ഞ് മലയായിരുന്നു, ഇപ്പോൾ അവിടെ മഞ്ഞ് മലയില്ലാത്ത കാരണം ചൈന ഐസ് ബ്രേക്ക് ചെയ്യുന്ന പുതിയ കപ്പലുണ്ടാക്കിയിട്ട് ഈ ഐസിൻ്റെ അകത്ത് കൂടിയാണ് വരണത്. ഐസിൻ്റെ പണ്ടത്തെ കട്ടിയും മലയൊന്നും ഇല്ല. ടൈറ്റാനിക്കിനൊക്കെ ഇടിച്ചത് കറുത്ത അറ്റ്ലാന്റിക്കിലെ മഞ്ഞ് കട്ടമൊന്നും കടലിലില്ല. കടലിങ്ങനെ വെള്ളം പോലെ ആയിപ്പോയി. ദാറ്റ് മീൻസ് ഭൂമിക്ക് നല്ലവണ്ണം പനി വരുന്നുണ്ട്. ടെമ്പറേച്ചർ ഭൂമിയുടേത് 15 ആയിരുന്നു, ഇപ്പോൾ 17 ആയെന്ന് പറഞ്ഞു. അപ്പോൾ 17 ആയെന്ന് എങ്ങനെ ആയതാണ്? പണ്ട് 200 കൊല്ലം കൊണ്ട് 1.1 ടെമ്പറേച്ചർ കൂടിയത്. അതിന്ന് 20 കൊല്ലം കൊണ്ട് 2 പോയിൻ്റ് കൂടിയിരിക്കുകയാണ്. 0.1 ടെമ്പറേച്ചർ കൂടിയത് 200 കൊല്ലം മുമ്പ്. ഇപ്പോഴത് 20 കൊല്ലം കൊണ്ട് 2 പോയിൻ്റ് കൂടി. 15 എന്നുള്ള ഭൂമിയുടെ സ്വാഭാവികമായ കോമൺ ടെമ്പറേച്ചർ 17 വന്നപ്പോൾ ധ്രുവപ്രദേശങ്ങൾ ഉരുകാൻ തുടങ്ങി. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീരദേശത്ത് വെള്ളം കയറും. തീരദേശത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നാൽ ആലപ്പുഴക്കാരെ കൊണ്ട് കോട്ടയത്ത് താമസിപ്പിക്കേണ്ടി വരും. അപ്പോൾ പിന്നെ ആലപ്പുഴ ആര് താമസിക്കും? അതാണ് പ്രശ്നം. ആലപ്പുഴ ആര് താമസിക്കും? ആലപ്പുഴ വേലിയിറക്കം വരുമ്പോൾ ഈ വേലി ഇറക്കമുണ്ടല്ലോ, ലൂണാറാണല്ലോ സംഭവം, ചന്ദ്രനാണല്ലോ വെള്ളത്തെ കേന്ദ്രീകരിക്കുന്നതും വിടുന്നതും ആകർഷണം. ചന്ദ്രഭൂമിയുടെ അടുത്തേക്ക് വരുമ്പോൾ വെള്ളം എല്ലാം കൂടി ചന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലും. അപ്പോൾ വേലി ഇറക്കം ഉണ്ടാവും. അപ്പോൾ വേറെ സ്ഥലത്ത് വെള്ളി കയറ്റം ഉണ്ടാവും. ചന്ദ്രൻ അവിടെ നിന്ന് മാറി പുറകോട്ട് വരുമ്പോൾ വെള്ളം താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ 6 മണിക്കൂറാണ് ചന്ദ്രൻ്റെ മാറ്റം വരണത്. ഈ മാറ്റത്തിനുള്ളിൽ ആൾക്കാർ ഒഴിഞ്ഞുപോയ 12 കിലോമീറ്ററിലേക്ക് ഭീകരന്മാർ വരുമെന്നാണ് അവർ പറയണത്. അതാണ് വിഷയം. അത് നാഷണൽ സെക്യൂരിറ്റി. നോക്കിയേ, ആ പഠനം പോണ പോക്കുണ്ടല്ലേ, അവിടെ കള്ളക്കടത്തും ആയുധ വ്യാപാരവും ഒക്കെ നടക്കും. നമ്മുടെ ഗുജറാത്തിൻ്റെ തീരത്ത് നടന്ന പോലെ ഈ മേഖലയിൽ നടക്കും. അതാണ് നാഷണൽ സെക്യൂരിറ്റി, ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് നാഷണൽ സെക്യൂരിറ്റി. ഒരു ഉയർന്ന നേവി ഓഫീസറിൻ്റെ പുതിയ പഠനങ്ങളിലെ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഞാനിത് കേട്ടപ്പോൾ ഞാനോട് ദൈവമേ, 2004 ഡിസംബർ 7 അമ്മ പറഞ്ഞത് എന്താ? ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. കണ്ടില്ലേ, സിൽവർ ഗ്രേ കാർമേഘത്തിൻ്റെ കളറ്. എന്താണ്? ദുരന്തം ഉണ്ടാകാൻ പോണ്, പ്രാർത്ഥിക്കണം. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ ഇന്ന് മുതൽ ഡിസംബർ 1 മുതൽ ആരംഭിക്കുകയാണ്. പ്രത്യക്ഷീകരണത്തിൻ്റെ ആ സന്ദേശം കൈമാറുന്ന ഇന്ന് മുതൽ ഡിസംബർ 7 വരെ ഉള്ള ദിവസങ്ങൾ നമുക്ക് പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. കാര്യം ദൈവം പറഞ്ഞിട്ട് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക. ഇന്ന് യേശുദാസൻ പറഞ്ഞില്ലേ, ദൈവത്തിന് എല്ലാവരോടും പറയാൻ പറ്റത്തില്ല. ആരോട് പറയാൻ പറ്റും? ഈ ഭൂമിയിൽ 800 കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു 10-200 കോടിക്ക് മാത്രമേ ദൈവത്തിനെക്കുറിച്ച് ഒരു വിശ്വാസമുള്ളൂ. ബാക്കി 600 കോടിക്കും വിശ്വാസമില്ല. വിശ്വാസം ഇല്ലാത്തവരോട് ദൈവം എന്ത് പറയാനാ? അപ്പോൾ വിശ്വാസം ഉള്ളവരോട് പറയുമ്പോൾ ആ വിശ്വാസം ഉള്ളവരുടെ ഉത്തരവാദിത്വം ഈ ബാക്കി 600 കോടിയെ കൂടി സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്വമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഈ ദുരന്തത്തിൻ്റെ സന്ദേശം ഒരു ആഗോള സന്ദേശമാണിത്.
അതാണ് സമയം കുറഞ്ഞിരിക്കുന്നു എന്നുള്ള സൂചനയാണ് സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയത്. ഇതൊന്നും സത്യം പറഞ്ഞാൽ അന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഇന്നിപ്പോൾ അമ്മ പറഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളെക്കുറിച്ചൊക്കെ കാണുമ്പോഴാണ് സമയച്ചുരുക്കം കാണിക്കുന്ന ആളാണ് അമ്മ, സമയത്തിൻ്റെ അധികാരിയാണ്, സഞ്ചാരി മാതാവാണ്. ഓരോ സ്ഥലത്തും ദുരന്തം ഉണ്ടാകാൻ പോകുന്ന സ്ഥലത്ത് വിശ്വാസ ദുരന്തമായാലും ജീവിത ദുരന്തമായാലും യുദ്ധങ്ങളിലൂടെ ഉണ്ടാകുന്ന ദുരന്തമായാലും വിശ്വാസ പരാജയമായാലും വിപ്ലവമായാലും ഒക്കെ എവിടെയാണ് വിശ്വാസം തകർക്കപ്പെടുന്നത് അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. അതാണ് സഞ്ചാരം എന്ന് പറയുന്നത്. സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത്. മാതാവ് ബേസിക്കായിട്ട് സഞ്ചാരിയാണ്, പക്ഷേ കൃപാസന്ധ്യ വരുമ്പോൾ സമയത്തിൻ്റെ കൂടി അധികാരിയായിട്ടത് മാറുന്നു. എന്താണ് സമയമായില്ല എന്നല്ല ഈശോ പറയണത്, കാനായില്ലേ. അപ്പോൾ അമ്മ എന്താ പറയണത്? അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് സുവിശേഷ വിഹിതമായി ജീവിച്ചുകൊണ്ട് ദൈവഹിതത്തെ, ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ സമയം ചുരുക്കാൻ പറയുകയാണ്. അതാണ് ഉടമ്പടി. കൈയടിച്ച് ശ്രദ്ധിക്കേണ്ട. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാനീ പറഞ്ഞത് കേട്ട് റിയൽ എസ്റ്റേറ്റുകാരെ സ്ഥലം എടുക്കാൻ വേണ്ടി കടപ്പുറത്ത് വരരുത് കേട്ടോ, ഓടിച്ചിടുവേ. ഇത് വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കുന്ന വിഷയങ്ങളാണ്. അല്ല, നിങ്ങൾ ആരും ഇത് കണ്ടിട്ട് ഇപ്പം തന്നെ വന്ന് കടപ്പുറത്ത് സ്ഥലം എടുത്തേക്കാൻ വിചാരിക്കരുത്. പാവത്തിങ്ങളോട് സമാധാനം ജീവിക്കട്ടെ. ഈ തലമുറയിലും അടുത്ത തലമുറയിലും ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പതുക്കെ ഉണ്ടാകുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് പഠിക്കുന്നു എന്നുള്ളതാണ് സൂചന. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അമ്മ ഇതിക്ക് മുമ്പ് നേരത്തെ പറഞ്ഞിരിക്കുന്നു, നമുക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ഈ വിജയകുമാർ ചില സമയത്ത് പറയും, എന്താ അച്ഛാ നമ്മൾ കർത്താവിൻ്റെ കൂടെ നിന്നിട്ട് എന്താണ് ഓൾ ദ പ്രോബ്ലംസ് ആർ ഓൾവേസ് ഇൻ ക്യൂ എന്ന് വിജയകുമാർ എന്നോട് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ എപ്പോഴും ഇങ്ങനെ ക്യൂവിൽ നിൽക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം എന്നാ പറ്റി? ഇപ്പം ആ സ്ഥലം എടുത്തവൻ എൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് അത് അവിടെ സ്ഥലം റെസിഡൻഷ്യൽ ഏരിയ അല്ല, അല്ല എൻ്റെ അടുത്ത് റെസിഡൻഷ്യൽ ഏരിയ ഉണ്ട്, അതുകൊണ്ട് ഇത് സ്ഥലം കോറി സ്ഥലമാണ്, അതുകൊണ്ട് ഈ സ്ഥലം സ്വകാര്യ വ്യക്തിയിൽ എടുക്കരുത്, ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റിലുള്ള ഏരിയ ആണെന്ന് പറഞ്ഞിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ്, അപ്പോൾ എൻ്റെ കാശെല്ലാം പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുമാത്രം ടൈമുണ്ട് ബാക്കിയെന്ന് ചോദിച്ചു. ആ കേസ് നിലവിൽ വരാൻ, ഇത് നടപ്പിൽ വരാൻ എന്തുമാത്രം സമയമുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമയം കുറച്ചുണ്ട്. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇനി ആരാധനയ്ക്ക് അല്ലേ സമയം കുറച്ച് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഞാനെന്താ തിരിച്ചു പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, സമയം ഉണ്ടാകണമല്ല പ്രശ്നം. സമയം ഉണ്ടെങ്കിൽ എന്താ ഗുണം? പ്രാർത്ഥിക്കാൻ പറ്റും, സുവിശേഷവിധമായി ജീവിക്കാൻ പറ്റും, സുവിശേഷ സാക്ഷ്യം ചെയ്തുകൊണ്ട് ദൈവത്തെ അതിൻ്റെ അകത്ത് കക്ഷി ചേർക്കാൻ പറ്റും. നമ്മുടെ പ്രോബ്ലത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുക, അതിനാണ് നമുക്ക് സമയം ഉപയോഗിക്കേണ്ടത്. അതിന് ഏറ്റവും സുനിശ്ചിതമായ മാർഗ്ഗമാണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ 60-65 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടി എടുക്കണ്ട എന്ന് ഞാൻ പറയേണ്ട കാര്യം. നിങ്ങൾ ആദ്യം ആരംഭശൂരത്തപ്പോൾ എടുക്കും, പിന്നെ നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇതിൻ്റെ സയൻസ് നിങ്ങൾക്ക് അറിയത്തില്ല. ഇത് നിങ്ങൾ യുദാസുബ്നാൻ്റെ പെട്ടി കൊണ്ടുപോയി ഈ ആടനെ മേടിക്കണം, മരുമകളെ പ്രസവിക്കണം എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന പരിപാടിയല്ല ഇത്. ഇതെന്ന് പറഞ്ഞാൽ ദൈവഹിതപ്രകാരം ജീവിക്കണം. ആ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സങ്കീർത്തനം 143:10 വർക്കൗട്ട് ചെയ്യണം. അതൊന്നിട്ട് വായിച്ച് അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അവിടുന്നാണ് എന്റെ ദൈവം. അങ്ങയുടെ നല്ല ആത്മാവ് എന്നെ നിരപ്പുള്ള വഴിയിലൂടെ നയിക്കട്ടെ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് സങ്കീർത്തനം കിട്ടിയിരിക്കുന്ന ഒരു ഐഡിയ, ദൈവത്തിൻ്റെ ആത്മാവ് നല്ല ആത്മാവെന്നാണ്. അപ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും? കെട്ട ആത്മാവാണ്. എന്താ കാര്യം? ഇതിലെല്ലാം നമ്മളുടെ സൂത്രപ്പണികളെല്ലാം അതിൻ്റെ തിരിപ്പുണ്ട്. ഉടമ്പടി വെക്കുമ്പോൾ പോലും അതിൻ്റെ തുടായ്പുണ്ട്. അതാണ് നല്ല ആത്മാവെന്ന് പറയുന്നത്. അതാണ് നല്ല, ഞാൻ നേരത്തെ പറഞ്ഞു റിഫൈൻഡ്, ഉടമ്പടിയിൽ ഉപയോഗിക്കേണ്ട റിഫൈൻഡ് ലവ് ആണെന്ന്. എന്ന് വെച്ചാൽ റിഫൈൻഡ് ലവ് എന്ന് പറഞ്ഞാൽ ശുദ്ധീകരിച്ച സ്നേഹം. ശുദ്ധീകരിച്ച സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അകത്ത് അൾട്ടിമേറ്റ് പ്രാധാന്യം ആർക്കാണ്? ഈശോയുടെ പ്രാർത്ഥനയിലുള്ള, ഈശോയുടെ പ്രാർത്ഥനയ്ക്ക് ഗുണം എന്താണ്? എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ജീവിതത്തിൻ്റെ അകത്ത് നല്ല ഒരു വിഷയങ്ങൾക്കെല്ലാം ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പം ഇന്നലെ ഒരു പെങ്കൊച്ച് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് സംസാരിച്ചപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചു, അമ്മയുടെയും മകളുടെയും മുഖഭാവങ്ങൾ എൻ്റെ ഉപദേശത്തിൻ്റെ സമയത്ത് മാറി മാറി ഞാൻ വാച്ച് ചെയ്തായിരുന്നു. അപ്പോൾ മകൾ എന്നോട് പറഞ്ഞു, അപ്പോൾ അവൾ ഇവിടെ ന്യൂസിലൻഡിൽ അവരെ വർക്ക് ചെയ്യണം. അപ്പോൾ അവളെ സംബന്ധിച്ചിടത്തോളം ഈ ഇടയ്ക്ക് അവൾക്ക് റുമാറ്റിക് പെയിൻ വന്നു, വാതരോഗം.
അപ്പോൾ ഞാൻ ചോദിച്ചു, നീ ഉടമ്പടി എടുത്തപ്പോൾ നിൻ്റെ വാദം ഒന്നും അമ്മയെടുത്ത് പറഞ്ഞില്ലേ? ഇല്ല അച്ഛാ, ഞാൻ നിത്യതയാണ് പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ്. നിത്യത, അതായത് ഉടമ്പടി എടുത്തപ്പോൾ അവർ ന്യൂസ് സെൻ്ററിലെ ഒരു ചെറുപ്പക്കാരത്തിയായ നേഴ്സാണ്. പക്ഷേ ഉടമ്പടി എടുത്തപ്പോൾ വെച്ചിരിക്കുന്ന 6 കാര്യങ്ങൾക്കെല്ലാം തന്നെ എഴുതിയിരിക്കണത് നിത്യതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതിയിരിക്കണം. അപ്പോൾ ഞാനത് യൂത്തൊക്കെ എന്തുമാത്രം ഇപ്പോൾ അറിയുന്നു. അതാണ് വിഷയം കണ്ടില്ലേ, യൂത്തിൻ്റെയൊക്കെ അവസ്ഥ കണ്ടില്ലേ. അറിയുന്നവൻ ശരിക്കും അങ്ങനെ ഇടിച്ചു പൊളിച്ചാൽ ദൈവത്തിന് അറിയണത്. എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയം? എന്താണ്? നിത്യതയിലെ യേശുവായിട്ട് കണ്ടുമുട്ടുന്നതിനെക്കുറിച്ചാണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്. കർത്താവേ, നീയും തമ്മിൽ സമയം കുറിക്കേണ്ട ഒരു സമയം വന്നു കഴിഞ്ഞാൽ, നിൻ്റെ കൂടെ ഈ ലോകം വിട്ട് കഴിഞ്ഞാൽ നിൻ്റെ കൂടെ ജീവിക്കാൻ എനിക്ക് കഴിയണമെന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചിരിക്കുകയാണ്. ഉടമ്പടി വെച്ച് അവളുടെ ലൈഫിൽ കർത്താവ് അവളെ മൂവ് ചെയ്ത് അവൾ ഇവിടുന്ന് പോയി ന്യൂസ് സെൻ്ററിൽ നേഴ്സായിട്ട് ഭംഗിയായിട്ട് ജീവിക്കുന്നത്, ഹസ്ബൻഡുമായിട്ട് ജീവിക്കണേ. പക്ഷേ അവൾ ഇടയ്ക്ക് 2 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് ആർത്തൈറ്റിസ് വന്നു. ആർത്തൈറ്റിസ് വന്നപ്പോൾ ഞാൻ ഇവളോട് സംസാരിച്ചു. ആർത്തൈറ്റിസ് വരുമ്പോൾ ഇവൾക്ക് ആർത്തൈറ്റിസ് വന്ന് ഇവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഇവളുടെ അമ്മ വരണത്. ഞാൻ പറഞ്ഞു, ആ സബ്ജക്റ്റ് ഇവിടെ എടുക്കത്തില്ല, ഞങ്ങൾ തമ്മിൽ ആങ്ങളുടെയും പെങ്ങളുടെയും ചേട്ടത്തിൻ്റെ മക്കളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിവിടെ പറഞ്ഞു, നമ്മളെ റിലേഷൻസൊക്കെ ഉണ്ട്, ചേട്ടത്തിൻ്റെ മക്കളല്ലേ, സ്വന്തം മക്കൾ. പക്ഷേ നിൻ്റെ ഈ വിഷയം ഞാൻ എടുക്കത്തില്ല. എന്താ, നിൻ്റെ ആർത്തൈറ്റിസ് ഞാൻ എടുക്കത്തില്ല. ഫാമിലിയും ബന്ധമൊക്കെ നമുക്ക് ആ രീതിയിൽ സംസാരിച്ച് പിരിയാം, പ്രാർത്ഥിക്കത്തില്ലെന്ന് പറഞ്ഞു. എന്താ കാര്യം? നിൻ്റെ ഉടമ്പടി പുതുക്കിയിട്ടില്ല, അതാണ് സംഭവം. ഉടമ്പടി പുതുക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി പുതുക്കിയിട്ട് കറക്റ്റ് ചാനലിൽ അച്ഛൻ കൃപയും നിൽക്കുന്ന സമയത്ത് ആൾക്കാരെ അതുവരെ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ ഉടമ്പടി പുതുക്കിയിട്ടില്ലാത്തത് കൊണ്ട് ബന്ധുവാണെന്ന് പറഞ്ഞാലും ആൻറ്റിയുടെ സ്വന്തം ആൻറ്റിയുടെ എന്നെ പഠിപ്പിച്ച ആളെ കൂടിയാണ് ഈ ആൻറ്റി എന്ന് പറഞ്ഞത്, അമ്മയുടെ അനിയത്തി. അവരുടെ ടീച്ചറായിരുന്നു. അപ്പോൾ എൻ്റെ ഫീസൊക്കെ അടച്ചിട്ടൊരു കാലത്തിരുന്ന് അവരാണ് അടച്ചുകൊണ്ടിരുന്നത്. എന്നാലും ദൈവികമായ വിഷയത്തെ വരുമ്പോൾ കോംപ്രമൈസ്, ഒത്തുതീർപ്പില്ല. എന്നാൽ നമ്മൾ ഒത്തുതീർത്തിട്ട് കാര്യമില്ല. കാര്യം അവിടെ ദൈവമാണ് പ്രവർത്തിക്കേണ്ടത്, അല്ലാതെ മനുഷ്യരക്തമല്ല അവിടെ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ദൈവത്തെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫുൾ ആൻഡ് ഫുള്ളായിട്ട് കർത്താവിൻ്റെ പ്രവർത്തിക്കാൻ പറ്റിയൊരു ഉപകരണമായിട്ട് മാറണം. കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റിയ ഉപകരണമായിട്ട് മാറണം. അപ്പോൾ ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു, കുഞ്ഞിനിങ്ങനെ അവൾ ഇങ്ങനെ നിത്യത വെച്ച കാരണം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഞാൻ അവളോട് സംസാരിച്ചു. നീ ആർത്തൈസിൻ്റെ ഉള്ളിടത്തോളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം. ആർത്തൈസ് നിൻ്റെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലം ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടെന്ന് നീ കരുതണം. പിന്നെ പരിശുദ്ധാത്മാവ് എന്നെ വല്ലാതെ അങ്ങോട്ട് തൊട്ടിട്ട് പറഞ്ഞു, എനിക്കും ആർത്തൈസ് ഉണ്ടായിരുന്നു അവളോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ്, ക്രിസ്തുവിനും 3 മണിക്കൂർ ആർത്തൈസ് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. എന്താണ്, അവൻ്റെ വെള്ളം, അവൻ്റെ രക്തമെല്ലാം വാർന്നു പോയി കുരിശിൽ കിടന്നില്ലേ? 3 മണിക്കൂർ നേരം അവന് സ്റ്റിഫ്. ഈ ലേഡിക്ക് സ്റ്റിഫാണ്, അവൾക്ക് സ്റ്റിഫുണ്ട്. ചില സമയത്ത് 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഇങ്ങനെ സ്റ്റിഫായി പോകും. അപ്പോൾ ഞാൻ പറഞ്ഞ്, നമ്മുടെ കർത്താവിൻ്റെ ശരീരവും ഒരു ടൈമത്ത് സ്റ്റിഫായിപ്പോയി. അവൻ്റെ ബോഡിയിൽ അവൻ തലേ ദിവസം അവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. പത്രോസ് അവനോട് പറയുന്നുണ്ട്, കർത്താവ് അന്ത്യത്താഴം കഴിക്കുന്ന സമയത്ത് എല്ലാവരും കഴിക്കുമ്പോൾ പത്രോസ് പറയുന്നുണ്ട്, കർത്താവ് നീ കഴിക്കണില്ലേ എന്ന് പത്രോസ് പല പ്രാവശ്യം കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞങ്ങനെ ഇരുന്നിട്ട് പറയും, കഴിക്കും, നാളെ ഈ സമയത്ത് കഴിക്കുമെന്ന് പറയും. നാളെ ഈ സമയത്ത് വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് കഴിക്കുമെന്ന്. എവിടെ കഴിക്കുമെന്നാണ് പറയണത്? എൻ്റെ പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് ഞാൻ സ്വർഗീയ ജെറുസലേമിലെ കർത്താവ് പിതാവിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് കഴിക്കുമെന്ന്. എന്താ കാര്യം? എൻ്റെ ഇഷ്ടം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഇഷ്ടം. ആരെങ്കിലും ഇവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടോ? കൊടുത്ത് കാണുമോ നീ? 10 ദിവസം തന്നെ ഒരിക്കൽ ചോദിക്കും. അപ്പോൾ പറയും, കർത്താവ് പറയും, എൻ്റെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ ആഹാരം എന്ന് പറയും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി, ആരാധന, ആരാധന. യോഹന്നാൻ 4:34. യോഹന്നാൻ 4:34. യേശു പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവന്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എന്റെ ഭക്ഷണം. അപ്പൊ എന്താ ഉദ്ദേശിച്ചത്? നാളെ എൻ്റെ അപ്പൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാനുണ്ടെന്നാണ് പറയുന്നത്. 10 ദിവസം കഴിക്കണില്ലേ എന്ന് ചോദിക്കുമ്പോഴേ പട്ടിണി നിന്നുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ ഓർക്കണം, ഈ കുരിശെല്ലാം ചുവന്നിരിക്കുന്നത് പട്ടിണി കോലമായിട്ട് നിന്നുകൊണ്ടാണ്. എന്തിനാണ് ഇത്രയും വലിയ കുരിശ് എടുത്തെന്ന് ഓർക്കണം. ഇതെല്ലാം നിത്യതയുടെ വിഷയമാണ്. ഞാൻ മാതാവിനെ കണ്ടുകൊണ്ട് തന്നെയാണ് നിങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾ നിത്യതയെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും ദൈവം തന്നിട്ടില്ലെങ്കിൽ ആ ദൈവം തരാത്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. എന്താ കാര്യം? അതിന് പകരം നിങ്ങൾക്ക് തന്നു കാണും. അതിൻ്റെ പേര് നിത്യത എന്നാണ്. കൈയടിക്കട്ടെ. നിത്യത ഞങ്ങൾക്ക് അവകാശമാക്കുവാൻ നീ തന്ന എല്ലാ സാധനങ്ങൾക്കും നന്ദി പറയുന്നു. ആരെങ്കിലും അവന് ഭക്ഷണം കൊടുത്തിട്ടുണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോഴേ 4:34 യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്താണ് ഈശോ പറയണത്? എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും
അവൻ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുകയും ചെയ്യുകയാണ് എൻ്റെ ഭക്ഷണം. കുരിശാണ് എൻ്റെ ഭക്ഷണം എന്നാണ് ഈ പറയണത്. കാര്യം കുരിശിൽ അവസാനം പറയുന്ന വാക്ക് എന്താണ്? എല്ലാം പൂർത്തിയായി. എന്ന് വെച്ചാൽ അത് തന്നെയാണ് എല്ലാം പൂർത്തിയായെന്ന് അവൻ പറയുമ്പോൾ അപ്പാ എന്നെ ഏൽപ്പിച്ച ജോലി എല്ലാം പൂർത്തിയായി. ഈ ഭൂമി എന്തിനാണെന്ന് ഈശോയോട് ചോദിച്ചാൽ ഈശോ പറയും ഈ ഭൂമി അപ്പാ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കാനാണെന്ന് പറയും. അതാണ് ഗെത്സെമനി മുട്ടുകുത്തുമ്പോൾ കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് മുട്ടുകുത്തിയവനാണ് ഞാൻ. കാര്യം ഞാൻ ഗെത്സെമനി ചെല്ലുമ്പോൾ കർത്താവിൻ്റെ ഗെത്സെമനിയിൽ പോയി. നിങ്ങളും ഗെത്സെമനി പോയി കാണും പലരും. പക്ഷെ ഞാൻ അവിടെ ഒരു സൂത്രപ്പടി കാണിച്ചു. ഞാൻ കുർബാന ചെല്ലുകയായിരുന്നു ഗെത്സെമനി നിന്നുകൊണ്ട്. അപ്പോൾ ഗെത്സെമനി കുർബാന ചെല്ലണ എൻ്റെ മുമ്പിലാണ് കർത്താവ് മുട്ടുകുത്തി ചോര വീർത്ത സ്ഥലം കിടക്കുന്നത്. അവിടെ പിച്ചള കൊണ്ട് വലിയ ഒരു പുൽക്കിരീടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു പോലീസ് നിൽക്കുന്നുണ്ട്. അയാൾ അങ്ങോട്ട് നോക്കിക്കുന്ന സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൻ്റണി പയ്യപ്പള്ളി അച്ഛനാണ്. പയ്യപ്പള്ളി അച്ഛന് കുർബാന കൊടുത്തിട്ട് ആൾക്കാർക്ക് കുർബാന കൊടുക്കാൻ പറഞ്ഞു കുർബാന സ്വീകരണത്തിന് സമയത്ത്. അപ്പോൾ അത് കൊടുത്തിട്ട് അച്ഛനെ മുമ്പോട്ട് കയറ്റി വിട്ട്, അല്ലെങ്കിൽ അച്ഛനും പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പതുക്കെ വന്നു വെച്ചും ഞാൻ ഒരു നിമിഷം കർത്താവ് സോറി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഗെത്സെമനി കർത്താവ് മുട്ടുകുത്തിയ സ്ഥലത്ത് ഞാൻ എൻ്റെ മുട്ടുകുത്തിയിട്ട് താങ്ക്സ് ലോഡെന്ന് പറഞ്ഞേ, കർത്താവെ നന്ദി എന്ന്. ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി അവസാനമായി നീ മുട്ടുകുത്തിയ സ്ഥലമാണിത്, ഇവിടെ വന്ന് മുട്ടുകുത്താൻ ഒത്തില്ല നന്ദി എന്ന്. അന്ന് നീ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ പറഞ്ഞത്? 17:4 ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 17:4 അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി. അതാണ് അവസാനം പറഞ്ഞ വാക്ക്, ഗെത്സെമനി പറയുന്ന വാക്ക്. എന്താണ്? ഞാൻ പൂർത്തിയാക്കാൻ പോകണം. അപ്പ കുരിശിലേക്ക് പോവുകയാണ്, എൻ്റെ ജോലി പൂർത്തിയാക്കാൻ പോവുകയാണ്. കുരിശ് മരിക്കണ മുമ്പ് തന്നെ മരിച്ചതിൻ്റെ മുഴുവൻ അക്കൗണ്ടിലേക്ക് ആദ്യമേ സമർപ്പിക്കും. എന്താ പറയണത്? പിന്നീട് ഈശോ പറയണത് പിറ്റേ ദിവസമാണ് പറയണത് ഇത് എല്ലാം പൂർത്തിയായെന്ന് പറയണത്. എൻ്റെ മക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ നിത്യതയുടെ അംശങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. അത് നമ്മുടെ കേൾക്കപ്പെടാത്ത പ്രാർത്ഥനയാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ഒരു രോഗമാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും നന്നാകാത്ത നിൻ്റെ ഹസ്ബൻഡാണെന്ന് ഓർക്കണം. പ്രാർത്ഥിച്ചിട്ടും കിട്ടാത്ത നിൻ്റെ കുഞ്ഞാണെന്ന് ഓർക്കണം. ആരും ദൈവത്തിൽ നിന്ന് കിട്ടിയതല്ല നമ്മൾ ഉയർത്താൻ പോണത്. എൻ്റെ ദൈവവേദനെ എന്നെ ഉയർത്താൻ പോണത് ദൈവത്തോട് ചോദിച്ചിട്ട് നമുക്ക് കിട്ടാത്തതാണ്. അതാണ് ദൈവത്തിൻ്റെ അതാണ് നമ്മുടെ ആഹാരം. അതാണ് പിതാവ് നമ്മളെ ഏൽപ്പിച്ച് ജോലി എന്ന് പറയുന്നത്. അതാണ് നമ്മളെക്കുറിച്ചുള്ള ദൈവഹിതമെന്ന് പറയുന്നത്. അത് പൂർത്തിയാക്കാൻ അവസരം കിട്ടുമ്പോൾ ചാടി ഉല്ലസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കൂടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള ദൈവത്തിൻ്റെ അവസരം ഒരു ദൈവ വിളി പോലെ കിട്ടിയിരിക്കുന്നുള്ളത് നമ്മൾ സന്തോഷിക്കണം. അതിൻ്റെ മുഴുവനും കൈയും കാലും വെച്ച രൂപമാണ് അമ്മ. അമ്മയും കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ എല്ലാം പൂർത്തിയാക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്താണ്? ദൈ ബിഹോൾഡ് എന്ന് പറഞ്ഞതിന് ശേഷം ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ എന്നാണ്. എന്നിൽ നിറവേറട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാം നിറവേറിയെന്നാണ് പറയണത് ഈശോ പറയണത്. അമ്മ പറയണത് എന്താണ്? നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ, എല്ലാം പൂർത്തിയായെന്ന ഈശോ പറയണത്. അമ്മ പറയണത് എന്താണ്? നിൻ്റെ വചനം പോലെ എന്നിൽ പൂർത്തിയാകട്ടെ. രണ്ട് വചനത്തെ പൂർത്തിയാക്കിയ ദൈവഹിതത്തെ ദൈവിക ആത്മാവിൻ്റെ ആഹാരം പോലെ എടുത്തിട്ട് അതിനെക്കുറിച്ച് ദൈവത്തിന് ഞാൻ നിങ്ങളുടെ കാലെ പിടിച്ച് യാചിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യം ദൈവം നിങ്ങൾക്ക് തന്നില്ലെന്ന് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഞാൻ പ്രാർത്ഥിച്ചല്ലോ, ഞാൻ ഉടമ്പടി എടുത്തല്ലോ, ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിച്ചല്ലോ, എന്നെപ്പോലെ ജീവിക്കാത്ത എത്രയോ പേരെ നീ ഉയർത്തി, എന്നോട് മാത്രം എന്താ നീ എനിക്ക് രോഗം തന്നത്, എന്നോട് മാത്രം എന്താ നീ എൻ്റെ മകനെ ഉയർത്തി വിടാഞ്ഞത് എന്ന് നിങ്ങൾ ദൈവത്തോടൊരു അക്ഷരം മിണ്ടരുത്. ദൈവത്തോട് നമുക്ക് സംഭാഷിക്കാവുന്ന ഏറ്റവും സ്വരം കൂടിയ സംഭാഷണം എന്ന് പറയുന്നത് ഒരു മൗനമാണ്. അത് വെറും മൗനമല്ല, മറിയത്തിൻ്റെ മൗനം. കൈയടിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ആരാധന, ഹല്ലേലൂയ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് എന്താണെന്നറിയാവോ? കർത്താവിൻ്റെ 6:33 മത്തായിയുടെ സുവിശേഷം. എന്താ പറയണത്? ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനെ അറിയാം. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ എന്ന് പറഞ്ഞ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ആർക്കറിയാവുന്നതാണ്? സ്വർഗസ്ഥനായ പിതാവിന് അറിയാം. ഈശോയ്ക്ക് മാത്രമല്ല കേട്ടോ. ഞാൻ എപ്പോഴും അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ട് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കൂടെയുള്ള ഫസ്റ്റ് ക്രൂസിനോടൊക്കെ പറയും, ഇത് അമ്മ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമൊന്നുമല്ല, അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടാണ്
ഈശോയോട് കൺസൾട്ട് ചെയ്തിട്ടും അപ്പായോട് കൺസൾട്ട് ചെയ്തിട്ടുമാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? ഒരു കൊന്തയും പിടിച്ചുകൊണ്ടോ കൊച്ചിനെയും പിടിച്ചുകൊണ്ടൊന്നും അല്ല വന്നിരിക്കുന്നത്. സീരിയസ് സബ്ജക്റ്റാണ് ഡീൽ ചെയ്യണത്. ദുരന്തം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, മനുഷ്യരാശിയോട് സംസാരിക്കണത്, അത് കാണിക്കണത് കാലത്തെ നെഞ്ചിൽ ചേർത്തിക്കൊണ്ടാണ് കാണിക്കണത്. അപ്പോൾ ഇതൊരു സീരിയസ് ആണ് സഭ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സന്ദേശം കൈമാറിക്കൊണ്ടേയിരിക്കണം. എന്താ കാര്യം? അതുപോലെ തന്നെ കാര്യം ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവിന് അറിയാവുന്നവൻ. അപ്പോൾ പിതാവിനോട് ചോദിച്ചിട്ട് തന്നെയാണ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത് തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ IELTS, നമ്മുടെ കാനഡയും നമ്മളുടെ ലോണും ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന്, അതൊക്കെ അതിൽ രക്ഷപ്പെടട്ടെ നമുക്ക്. അതായത് എന്തെങ്കിലും കടവും വിലയായിട്ട് നടന്നൊരു കാര്യമുണ്ടോ? മര്യാദയ്ക്ക് ജീവിക്കണ്ടേ? ദൈവത്തിൻ്റെ മക്കളല്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിനെ പോലെ മാന്യമായിട്ട് ജീവിക്കണം. പിന്നെ അതിൻ്റെ അകത്തൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകരുതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് മാന്യമായിട്ട് ഇവിടെ ജീവിക്കുന്നതിൽ ചില ആൾക്കാർക്ക് പറ്റുന്ന പ്രശ്നം നല്ല ആത്മാവല്ലെന്നാണ് ഉള്ളത്. ഈ മാന്യമായിട്ട് ജീവിക്കുന്നില്ലേ, പക്ഷെ അതായത് ഈ മാന്യമായിട്ട് ജീവിക്കാൻ വേണ്ടി നമ്മൾ ഭൗതികമായ ആനുകൂല്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളുടെ അപ്ഡേഷൻസൊക്കെ വരുത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മുടെ ഈഗോയും അതിൻ്റെ കൂടെ അങ്ങ് വളരുന്നുണ്ട്. എന്നിട്ട് മറ്റുള്ളവരെക്കാൾ നമ്മൾ കേവന്മാരാണെന്ന് അവിടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. നിങ്ങൾക്കറിയാവില്ല, ചില സ്നേഹം പോലും അമിതമായ സ്നേഹമെന്ന് പറയണത് അമിതമായ അധികാരമാണ്. അതാണ് വിഷയം. അതുപോലെ തന്നെയാണ് ഇതിനകത്ത് വരണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ സംഭവിക്കുന്നതാണ്. നമ്മൾക്ക് ഒരു കാര്യത്തോട് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓപ്പോസിറ്റ് ദൈവത്തോട് ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പ്രണയത്തേക്ക് ഞാൻ കണ്ണുടച്ച് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം അതാണ്. പ്രണയത്തേക്ക് ഞാൻ കണ്ണുടച്ച് സപ്പോർട്ട് ചെയ്യാത്ത കാരണം ആത്മീയ അപകടം അതിലുള്ളത് കൊണ്ടാണ്. കാര്യം നിങ്ങൾ ദൈവത്തിന് കൊടുക്കുക. പള്ളി വന്നാലും നിങ്ങൾ എന്ത് ചെയ്യും? പള്ളി എത്രയും വേഗം പള്ളി അവസാനിപ്പിച്ചിട്ട് സിമിത്തേരി പോയി ആണും പെണ്ണും കൂടി കൊച്ചിൻ്റെ ചവിട്ടിരുന്നുണ്ട് അമ്മേനെ ചത്തവൻ്റെ കുറിച്ച് ചാരിന്നുകൊണ്ട് സംസാരിക്കും. അതാണ് പ്രശ്നം. എന്നുവെച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥലത്ത് ദൈവത്തിന് കൊടുക്കാതെ നിങ്ങളുടെ ബോഡി മാംസമായ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തിന് നിങ്ങൾ ഡീപ്രമോട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള പരിപാടികൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് വിളിക്കുമ്പോൾ വരാം അവളിങ്ങനെ കമന്ന് കിടന്നുകൊണ്ട് മൊബൈൽ വെച്ചുകൊണ്ട് ചോറുണ്ടാ കുളിച്ചാ അതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാ എല്ലാതും ചോദിക്കണത് ഇത് തന്നെയാണ് കുളിച്ചാന്ന്. അവനടുത്ത് വരുമ്പോൾ ഇവർക്ക് മണമായിരിക്കും. അതുകൊണ്ടാണ് കുളിച്ചാന്ന് ചോദിക്കുന്നത്. എന്ത് വേണ്ട. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ദൈവത്തോട് സംസാരിക്കേണ്ട സമയത്ത് ഇവള് കുളിച്ചിട്ട് തന്നെ വർഷങ്ങളായി. ഇത് അവൻ കുളിച്ചാന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായ ഈ പ്രേമത്തിൻ്റെ സംഭവം ബാക്ടീരിയ വൈറസ് തലക്കടിച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഒരു ഫോബിയ ഉണ്ടാവും. ഈ പേപ്പട്ടിയുടെ തലയിൽ വൈറസ് കയറി കഴിഞ്ഞാൽ വെള്ളം കണ്ട അറച്ചറച്ച് മാറും. അതുപോലെ അറ്റാച്ച്മെൻറ്റ് കൂടിക്കഴിഞ്ഞാൽ പ്രാർത്ഥന കാണുമ്പോൾ അറച്ചറച്ച് മാറും. അതാണ് വിഷയം. അതുകൊണ്ടാണ് ആ മര്യാദയ്ക്ക് ജീവിക്ക്, ഒരു ജോലിക്ക് കിട്ടട്ടെ, സ്വന്തം കാര്യം നിൽക്കാനാകട്ടെ, അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഒരു ദൈവഹിതമാണെന്ന് കണ്ടാൽ നിങ്ങൾ ഞാനിത് സ്നേഹിക്കണമെന്ന് ഞാൻ പറയത്തില്ല, ബൈബിൾ പറയണില്ല, പിന്നെ ഞാൻ എന്താ പറയണത്. പക്ഷേ ദൈവത്തെ മറന്നുകൊണ്ട് ഈ അഭ്യാസത്തിന് പോകരുത്. നിങ്ങൾക്കത് നട്ടക്കച്ചവടമായിരിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? കാര്യം നമുക്ക് ദൈവത്തെ മറക്കുമ്പോൾ ഇതിൻ്റെ പേരിൽ പിന്നെ മാതാപിതാക്കന്മാരുമായിട്ട് കലഹിക്കേണ്ടി വരും. അവിടെ സമാധാനം കളയും. അതാണ് വിഷയം. അവിടെ നമ്മൾക്ക് സമാധാനം ഉണ്ടാക്കി തന്ന മാതാപിതാക്കന്മാരുടെ സമാധാനം കളഞ്ഞിട്ട് നിനക്ക് മാത്രം സൂചിച്ചാലേ ആ സമാധാനത്തിന് എത്ര ആയുസ്സുണ്ടാകും? ഈ ഒരു നടക്കി സംഭവം പോകത്തില്ല. അതുകൊണ്ടാണ് സംഭവം. അതുകൊണ്ട് ദൈവത്തെ മറന്ന് ഈ ആൾക്കാരുടെ എല്ലാം ഞാൻ 10,000-20,000 പ്രേമ കേസ് എടുത്തിട്ടുണ്ട്. ഈ അണ്ണന്മാരുടെ എല്ലാത്തിൻ്റെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാദ്യം മറക്കണത് ദൈവത്തെ, പിന്നെ മറക്കണത് അത് ഒരാളെ ഒരു കക്ഷിയെ കിട്ടാക്കഴിഞ്ഞാൽ പിന്നെ എന്ത് പറ്റും? കർത്താവ് പറയും എന്നോട് കൂടി ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളണെന്ന് കർത്താവ് പറഞ്ഞില്ലേ. അപ്പം ഈ പെണ്ണിനെ അടിച്ച് മാറ്റിയിരിക്കണത് ആണിനെ അടിച്ച് മാറ്റിയിരിക്കണത് കർത്താവിനോട് ആലോചിക്കാതെയാണെന്ന് മനസ്സിലായത് കൊണ്ടാണ് രാവിലെ ഒരുത്തിനെ സ്നേഹിക്കും, ഉച്ചയ്ക്ക് വേറെ ഒരുത്തിനെ സ്നേഹിക്കും, വൈകുന്നേരം ഒരുത്തിനെ, ഈ 3 പേരും കൂടി ഒരുമിച്ച് കണ്ടെത്തുന്ന കാര്യത്തിൽ ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമാകും. എന്താ ചിതറിപ്പോയി. എത്ര ഡൈവേഴ്സുകൾ ഉണ്ടായിരിക്കണത് ഈ ചിതറിപ്പോയതാണ് കാര്യം. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. അല്ലെങ്കിൽ ഞാൻ അറേഞ്ച്ഡ് പേരും വലിയ മഹത്വമൊന്നും പറയണില്ല. ഞാൻ പറയണത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ സ്നേഹം വിശുദ്ധമാകണം. നല്ല ആത്മാവെന്ന് പറയണില്ലേ? നല്ല ആത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തെ കക്ഷി ചേർക്കണം. ദൈവത്തിൻ്റെ ആത്മാവെന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തനം നല്ല ആത്മാവെന്ന് പറയണത്? ദൈവത്തിൻ്റെ ആത്മാവ് മാത്രമേ നല്ല ആത്മാവുള്ളൂ. ബാക്കിയെല്ലാം ആത്മാവിൽ ദൈവത്തേക്കാൾ പ്രാധാന്യം സ്വന്തമായ താല്പര്യങ്ങൾക്കും സുഖങ്ങൾക്കുമായിരിക്കും. അത് നല്ല ആത്മാവല്ല. ദാറ്റ് ഈസ് അറ്റാച്ച്ഡ് ദിസ് വേൾഡ്. ദൈവത്തെ അറ്റാച്ച് ചെയ്യുമ്പോൾ ദൈവത്തോട് അറ്റാച്ച് ചെയ്യാത്ത കൊണ്ട് തന്നെ അതിനകത്ത് നന്മ പോകും. അതുകൊണ്ടാണ് ദൈവം മാത്രമേ നല്ലവനുള്ള നീശ പറയത്തില്ലേ. പരിശുദ്ധ
ഓക്കെ ഓക്കെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഉടമ്പടിയിലൂടെ നമ്മളൊരു ബയലാറ്ററൽ എഗ്രിമെൻ്റ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ ദൈവമായിട്ട് അറ്റാച്ച് ചെയ്യണം. ജീവിതം അറ്റാച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുപ്പിക്കുക ദൈവമായിട്ട്. ദൈവത്തിന് ഫസ്റ്റ് റെഫറൻസ് കൊടുക്കുകയാണ്. ഫസ്റ്റ് റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ എൻ്റെ മുറിയിൽ അങ്ങനെ ഞാൻ ആരെയും കയറ്റാറില്ല. അതിലേക്കുള്ള എൻ്റെ ക്രൂസ് വളരെ എൻ്റെ പ്രോജക്റ്റ് ചെയ്യുന്നവരായിരിക്കണം. എനിക്ക് അവരോട് ഡിസ്കഷൻ ചെയ്യാനുള്ള എന്തെങ്കിലും സീരിയസ് സബ്ജക്റ്റ് ഉണ്ടാകണം. അല്ലാത്തൊരു ചില സമയത്ത് വല്ലവരുടെ കൂടെ ആരെങ്കിലുമൊക്കെ കയറി വരും. വേറെ ചില പ്രധാനപ്പെട്ട കക്ഷികൾ ചില സീരിയസ് ടോക്കുകൾ നടത്താൻ വേണ്ടി വരുമ്പോൾ മര്യാദ ഉള്ളവരാണെങ്കിൽ ഫോൺ വരുമ്പോൾ അവർ അച്ഛാ ഇത് സീരിയസ് ഫോണാണ്, ഞാൻ ഇന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് പുറത്തോട്ട് പോകും. ചില ആൾക്കാർ അവിടെ ഇരുന്ന് ഫോൺ ചെയ്യും എൻ്റെ മുമ്പിലിരുന്ന്. പിന്നെ അവരുടെ കാര്യത്തിൽ തീരുമാനമാകും. പിന്നെ എന്താണ്, ഞാൻ 5 മിനിറ്റുള്ള ചാപ്റ്റർ ക്ലോസ് ചെയ്യും, അയാളെ പുറത്താക്കും. എന്താ കാര്യം, അയാൾ എൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് വേറെ ആൾക്കാരെ വിളിക്കുകയാണ്. ഇതുപോലെയാണ് പ്രാർത്ഥനയുടെ വിഷയം. പ്രാർത്ഥനയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ അതിനകത്ത് നിന്നുകൊണ്ട് ദൈവത്തേക്കാൾ പ്രാധാന്യമുള്ള വേറെ വിഷയങ്ങൾ നിങ്ങൾ ഒന്നാം സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ ഉടമ്പടി നിങ്ങളുടെ ഉടായ്പാവും. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. ഭയങ്കര, അതായത് ഇത് ഞാനായിട്ട് ഉണ്ടാക്കിയൊന്നുമല്ല കേട്ടാ. ഈ പ്രശ്നം നമുക്കുള്ളത് കാരണമാണ് കൽപ്പന എഴുതിയപ്പോഴും പറഞ്ഞു, നിൻ്റെ കർത്താവ് ദൈവം ഞാനാകുന്നു, ഞാൻ അല്ലാതെ. അതാണ് ഈ വേറൊരു ദൈവം ഇടയ്ക്ക് കയറി വരും. അത് ലവ് അഫെയറിലും ഉണ്ടാവും. വേറെ ദൈവമായിട്ട് നിങ്ങളുടെ പ്രണയ സഖാവ് കയറി വരും. അതാണ് വിഷയം. വേറെ ദൈവമായിട്ട് തരും. കാര്യം അവനാണ് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവളാണ് തീരുമാനിക്കുന്നത് നമ്മൾ പള്ളിയിൽ പോകണോ വേണ്ടതെന്ന്. പറഞ്ഞ പോലെ അതാ നമ്മൾ കുമ്പസാരിക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കണ ആരാണ്? കുമ്പസാരിച്ചാൽ പിന്നെ ഇവൻ്റെ തോണ്ടലും തൊഴിലൊന്നും നടക്കത്തില്ലാത്തതുകൊണ്ട് അവൾ പറയുന്നത് കുമ്പസാരിക്കണമെന്ന് പറയും. ആ പന്നി പറയണം മാത്രമേ ഇവിടെ കേൾക്കത്തുള്ളൂ. തീർന്നില്ല, ഇവിടെ കാര്യത്തിൽ തീരുമാനമായില്ലേ? ദിസ് ഇസ് സിറ്റുവേഷൻസ്. അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഒരു പക്ഷേ ദൈവത്തിന് ഗെറ്റ് ഔട്ട് അടിക്കണ അതാണ്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയിലുള്ള മക്കൾ വളരെ സൂക്ഷിച്ച് വേണം ഇക്കാലങ്ങളിൽ. നിനക്ക് ഫ്രെയിം ഓഫ് റെഫറൻസിൽ ഫസ്റ്റ് റെഫറൻസ് നിന്റെ ദൈവം തന്നെയായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ എല്ലാ കാലങ്ങളിലും ദൈവത്തിന്റെ വചനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ ഉടമ്പടിയുടെ ഉത്സാഹത്തോടെ ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ. ഏത് കാലാവസ്ഥയിൽ മുന്നേറുവാൻ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത്രയും നേരം കർത്താവ് നിങ്ങളോട് എന്നോട് സംസാരിച്ചത്, ഏതെങ്കിലും വിഷയത്തിൽ ടൈം ലാഗ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കിട്ടണത് വരെ അത് ദൈവഹിതമായിട്ട് തന്നെ നീ കണക്കാക്കണം. യു ഗോട്ട് ദ പോയിന്റ്. മനസ്സിലായി? ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്കറിയാം ഇത് കൃപാസനമാണ്. ഈ ഭൂമിക്ക് മുകളിൽ ഒരു ദിവസം മുഴുവനും നിന്ന് സാക്ഷ്യം പറയുന്ന ലോകത്തിലെ ഏക ഇടമാണിത്. നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നം ഇവിടെ വന്നാൽ തീരാവുന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. നിൻ്റെ കഴിവുകേടിനേക്കാൾ ഉപരി അമ്മയുടെ കഴിവിലും അമ്മയുടെ പ്രത്യക്ഷീകരണ സന്ദേശത്തിൻ്റെ ദൈവഹിതത്തിലുമാണ് ഇത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാകാൻ ആര് തീരുമാനിച്ചാലും അവൻ്റെ കാര്യത്തിൽ ദൈവം തീരുമാനമെടുക്കും. എന്താ കാര്യം? അത് നമ്മുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട് കൈയടിക്കട്ടെ. ശ്രുതിക്കട്ടെ. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ അപേക്ഷിക്കുകയാണ്, ഒരു കാരണവശാലും ദൈവത്തിനോട് എതിർത്ത് ഒരു വാക്കും പറയരുത്. ഇൻ കേസ് അങ്ങനെ പറഞ്ഞാൽ പോലും സോറി പറയണം. എന്താ കാര്യത്തിൽ അമ്മ ഒരിക്കലും ഈശോയോട് ചോദിച്ചായിരുന്നു, ഈശോ നീ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? കാര്യം കാണാതെ പോയില്ലേ. അപ്പോൾ ദേവാലയത്തിൽ പോയി ഒരു ദിവസത്തിന് ശേഷമല്ലേ അമ്മ കണ്ടുമുട്ടിയത്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഒരു സോറി പോലും പറയാതെ ഈശോ ഇവിടെ തങ്ങിയില്ലേ. അങ്ങനെ ആദ്യമായിട്ട് ചെയ്യണതാ. അതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര വിഷമമായി. ഒന്നാമത് കാശും കയ്യിലില്ല, തിരിച്ചു പോകാനുള്ള കാശും കൊണ്ടാണ്, മിനിമം കാശും കൊണ്ടല്ലേ ഈ കാർപ്പൻ്ററിൻ്റെ വൈഫ് വരണത്. അങ്ങേരെ ഉടിയും കൊട്ടുപൊടി എടുത്തിട്ടല്ലേ കഞ്ഞി വെച്ച് പോണത്. അതിൻ്റെ അകത്തുനിന്ന് ബാക്കിയുള്ള നക്കാപ്പിച്ച കാഴ്ച പിടിച്ച് വെച്ചിട്ടാണല്ലോ ഒരു കൊല്ലം കഴിയുമ്പോൾ പള്ളി കൂശി പൊട്ടിച്ച് പള്ളി വന്നത്. എന്നിട്ട് ഇപ്പോൾ ഇരട്ടിപ്പണിയായില്ലേ. ആലപ്പുഴയിൽ നിന്ന് തൃശ്ശൂർ വരെയുള്ള യാത്ര ഉണ്ട്. തൃശ്ശൂർ എത്തിയിട്ട് ഈശോ അവിടെ നിന്ന് അമ്മ എറണാകുളത്ത് എത്തിയപ്പോഴാണ് അറിയണത് ഈശോ ഇവിടെ ഇല്ലെന്ന്. പിന്നെ തിരിച്ചു പോയി. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരട്ടി യാത്രയായി. അപ്പോൾ അമ്മ ചോദിക്കും, എന്താ ഈശോ ഇങ്ങനെ ഞങ്ങളോട് ചെയ്തത്?
നിൻ്റെ അപ്പ എന്തുമാത്രം വിഷമിക്കണമെന്ന് അറിയാവോ? ഞങ്ങൾ എന്തുമാത്രം വിഷമിച്ചെന്നറിയാം. അപ്പോൾ ഈശോ എന്ന് പറയും എന്താ കാര്യം, ചില കാര്യങ്ങൾക്ക് ദൈവത്തിന് നമ്മളോട് പറയാൻ പറ്റത്തില്ല, സ്വന്തം മകനാണെങ്കിലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ചില കാര്യം ദൈവം നമ്മളോട് പറയത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് നിങ്ങൾ ചോദിക്കരുത്. കാര്യം ഈശോയ്ക്ക് വേണമെങ്കിൽ സോറി പറയാമായിരുന്നു, പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? നിങ്ങളറിയണം, എന്തറിയണം? ദൈവഹിതം നിങ്ങളറിയാൻ ബാധ്യസ്ഥയാണ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ ആകേണ്ടവനാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഉടമ്പടി എടുത്ത് ദൈവത്തിൻ്റെ അമ്മയുടെ അപ്പൻ്റെ വചനത്തിൻ്റെ നടപ്പിൽ വരുത്തുന്ന ആൾക്കാരായിട്ട് ഉയരുമ്പോൾ ചില കാര്യങ്ങൾ ദൈവഹിതത്തിന് വിടണമെന്ന് നിങ്ങൾക്കറിയണം. അതുകൊണ്ട് ചില കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരാത്തത് എന്താണെന്ന് നിങ്ങൾ ദൈവത്തോട് ചോദിക്കരുത്. അമ്മ പക്ഷേ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അങ്ങനെ ചോദിക്കേണ്ടിയില്ലായിരുന്നു എന്ന്. വീട്ടിൽ വന്നപ്പോൾ എന്ത് ചെയ്ത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അതിന് മറുപടി ചോദിച്ചില്ല. നീ എന്താ എന്നോട് അങ്ങനെ ചോദിച്ചത് അവിടെ വെച്ച്? നിൻ്റെ നീ പറയാതെ നിൻ്റെ ഹിതം നീയല്ലേ ദൈവം? ഞാൻ നിന്നെ പെറ്റെടുക്കാൻ വേണ്ടി ദൈവം എന്നെ ഉപകരണമാക്കിയല്ലേ? നിനക്കൊരു വാക്കിന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഞാനല്ല അങ്ങനെ ഒന്നും ചോദിച്ചില്ല. ഈശോയോട് വീട്ടിൽ വന്ന് തർക്കുത്തരം പറയാൻ അമ്മ തയ്യാറായില്ല. അതിന് പകരം എന്താ ചെയ്തത്? അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ചില കാര്യങ്ങൾ ദൈവത്തിൽ നമ്മളോട് പറയാൻ പറ്റത്തില്ല, നമ്മൾക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പറ്റത്തേ ഉള്ളൂ. അതാണ് നിൻ്റെ അന്നു വേണ്ട ആഹാരം, അതാണ് ദൈവഹിതം, അതാണ് നിൻ്റെ നല്ല ആത്മാവിലേക്ക് നീ സഞ്ചരിച്ചെത്തുന്നതിൻ്റെ സൂചന. കൈയടിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം മഹത്വം ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ.